ഈ വിവാഹവും ശവസംസ്കാരവും ഒക്കെ നടത്തുവാൻ ചില സഭകളിൽ അധികാരപ്പെടുത്തിയിട്ടുള്ളതുപോലെ മറ്റുള്ളവരുടെ പാപം മോചിക്കുവാൻ ദൈവം ആരെങ്കിലും അധികാരപ്പെടുത്തിയിട്ടുണ്ടോ? അങ്ങനെ ഇല്ലെങ്കിൽ പിന്നെ ആരുടെ പാപങ്ങൾ നിങ്ങൾ മോചിക്കുന്നുവോ അവർക്ക് മോചിക്കപ്പെട്ടിരിക്കുന്നു, ആരുടെ പാപങ്ങൾ നിർത്തുന്നുവോ അവർക്ക് നിർത്തിയിരിക്കുന്നു എന്ന് യേശു പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? ബൈബിളിലെ ഏതൊരു ഉപദേശവും ബൈബിളിൻ്റെ മൊത്തം പഠിപ്പീരിൻ്റെ പശ്ചാത്തലത്തിൽ വേണം നാം മനസ്സിലാക്കേണ്ടത്. ബൈബിളിൽ പരസ്പര വിരുദ്ധമായി ഒരു പഠിപ്പീരുമില്ല. അങ്ങനെ ഉണ്ടെന്ന് അഥവാ നിങ്ങൾക്ക് തോന്നിയാൽ ആ വിഷയം നിങ്ങൾ കൂടുതൽ പഠിക്കേണ്ടതുണ്ട്. മനുഷ്യൻ്റെ പാപത്തെ മോചിക്കുവാൻ ദൈവം നൽകിയിരിക്കുന്ന മാർഗം എന്താകുന്നു എന്നതിൽ ആർക്കും തർക്കമില്ലല്ലോ. അത് ക്രിസ്തുവിൻ്റെ മരണവും പുനരുത്ഥാനവുമാകുന്നു എന്നെല്ലാവർക്കും അറിയാം. നിന്റെ പാപങ്ങൾ മോചിച്ച് തന്നിരിക്കുന്നു എന്ന് മറ്റൊരാളോട് പറയുവാൻ എനിക്കോ ലോകത്തിൽ മറ്റാർക്കുമോ കഴിയില്ല. അതിനുള്ള ശക്തിയും അധികാരവും ഇല്ല. ക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ അവൻ അനേകരുടെ പാപം നേരിട്ട് ക്ഷമിക്കുന്നത് വചനത്തിൽ നാം വായിക്കുന്നുണ്ട്. പാപം ക്ഷമിക്കുവാൻ ദൈവത്തിനു മാത്രമേ കഴിയൂ എന്ന് യഹൂദന്മാരും വിശ്വസിച്ചു. എങ്കിൽ പിന്നെ സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ ഞാൻ നിന്റെ കൈവശം തരുന്നു എന്ന് കർത്താവ് പത്രോസിനോട് പറഞ്ഞതിൻ്റെ സാരം എന്താകുന്നു? യേശു പറഞ്ഞതിൻ്റെ അർത്ഥം ശിഷ്യന്മാർക്ക് വ്യക്തമായിരുന്നു. ആ കാലത്ത് ശാസ്ത്രിമാർ അവരുടെ അധികാരത്തിൻ്റെ പ്രതീകമായി കുറേ താക്കോലുകൾ അവരുടെ അരക്കെട്ടുകളിൽ സൂക്ഷിച്ചിരുന്നു. തിരുവചനം തുറക്കുവാൻ അധികാരമുള്ളവർ അവർ മാത്രമെന്ന് അവർ ചിന്തിച്ചിരുന്നു. അത് കാണിക്കാനാണ് ഈ താക്കോലും കൊണ്ട് നടന്നിരുന്നത്. മറ്റുള്ളവരെ കൊണ്ട് അപ്രകാരം അവർ ചിന്തിപ്പിച്ചിരുന്നു. അവർ ചെയ്തിരുന്നത് തെറ്റായിരുന്നു. മറ്റുള്ളവരുടെ പാപം മോചിക്കുവാൻ അവരെ ആരും അധികാരപ്പെടുത്തിയിരുന്നില്ല. ഇന്ന് മറ്റുള്ളവരുടെ പാപം മോചിക്കുവാൻ എങ്ങനെ നമുക്ക് അവരെ സഹായിക്കാം എന്നതാണ് വിഷയം. ഒന്നാമത്, യേശുക്രിസ്തുവിലൂടെയുള്ള രക്ഷയുടെ സുവിശേഷം മറ്റുള്ളവരെ അറിയിക്കുക. വിശ്വസിക്കുന്നവരെ വചനത്തിലെ സത്യം പഠിപ്പിച്ച് പാപത്തിൽ നിന്നും വിജയം നേടുവാൻ സഹായിക്കുക. പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരു വ്യക്തിയോട് ഉപദേശം തേടുന്നത് ഏറെ നല്ലതാണ്. അവരോട് നമ്മുടെ കുറവുകളെ പറയുന്നത് അവർക്ക് പാപം മോചിക്കുവാൻ അധികാരമോ ശക്തിയോ ഉള്ളതിനാലല്ല, പിന്നെയോ ശരിയായ ആലോചന അവർ നൽകും എന്നതിനാലാണ്. അതിനെ സ്വാർത്ഥ ലക്ഷ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നവർ വാസ്തവത്തിൽ പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്നവരല്ല. ഉയർത്തെഴുന്നേറ്റ കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നത് തുടർന്ന് നമുക്ക് ശ്രദ്ധിക്കാം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 20-ാം അധ്യായത്തിൻ്റെ 9 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം വരെ നാം ചിന്തിച്ചു. 9ഉം 10ഉം വാക്യങ്ങൾ നോക്കിക്കാട്ടെ. അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കേണ്ടതാകുന്നു എന്നുള്ള തിരുവെഴുത്ത് അവർ അതുവരെ അറിഞ്ഞില്ല. അങ്ങനെ ശിഷ്യന്മാർ വീട്ടിലേക്ക് മടങ്ങിപ്പോയി. ഇവിടെ മഗ്ദലക്കാരത്തി മറിയ, അതുപോലെ തന്നെ തന്നോട് കൂടെ ഉണ്ടായിരുന്ന മറ്റ് സ്ത്രീകൾ, യോഹന്നാൻ, പത്രോസ്, ഇവരൊക്കെ കല്ലറയ്ക്കൽ വന്ന് തങ്ങൾ കർത്താവിൻ്റെ ശരീരം അവിടെ നിന്ന് പോയി എന്നുള്ള വസ്തുത മനസ്സിലാക്കി. എന്നാൽ വളരെ വിചിത്രമായ കാര്യമാണ് യോഹന്നാൻ നമ്മോട് ഇവിടെ പറയുന്നത്. താൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുമെന്ന് യേശു ആവർത്തിച്ച് ശിഷ്യന്മാരോട് പറയുകയും അതിനെക്കുറിച്ച് പഴയ നിയമത്തിൽ പറയുകയും ചെയ്തിരുന്നുവെങ്കിലും ഈ മനുഷ്യർ ആ കാര്യം മനസ്സിലാക്കിയിരുന്നില്ല. ഇന്നും പഴയ നിയമം മനസ്സിലാക്കുന്നതിനും വ്യാഖ്യാനിക്കുന്നതിനും പുതിയ നിയമം ഒരു വിളക്ക് പോലെ നമുക്ക് ആവശ്യമാണ്. പഴയ നിയമ വ്യാഖ്യാനത്തിന് പുതിയ നിയമം വേണ്ടുവോളം നാം ഉപയോഗിക്കാത്തത് കൊണ്ടായിരിക്കാം പഴയ നിയമം ഇന്നും പരിചിതം അല്ലാതിരിക്കുന്നതിന് കാരണം. വേദപുസ്തകം വായിക്കുന്ന നമ്മിൽ അനേകർക്കും തിരുവചനത്തിലെ ഭാഗങ്ങൾ അറിയാൻ പാടില്ലാത്തതായിട്ടുണ്ടല്ലേ? ഇതിന് 2 കാരണങ്ങളുണ്ട് എന്നത്ര ഞാൻ ചിന്തിക്കുന്നത്. നാം ഒരു ഭാഗം വീണ്ടും വീണ്ടും ആവർത്തിച്ച് വായിച്ചെന്നിരിക്കാം. ഓരോ പ്രാവശ്യവും നാം മുമ്പ് കണ്ടിട്ടില്ലാത്ത പുതിയ കാര്യങ്ങൾ ആ ഭാഗത്ത് കാണും. ഒരു ഭാഗം വീണ്ടും വീണ്ടും വായിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ പരിശുദ്ധാത്മാവ് കൂടുതൽ പ്രകാശനം നമുക്ക് നൽകുന്നു. അതാണ് ഒരു സംഗതി. ചില കാര്യങ്ങളുടെ അർത്ഥം നാം മനസ്സിലാക്കണമെങ്കിൽ ചില വേദഭാഗങ്ങൾ നമുക്ക് അനുഭവം ആകേണ്ടതായിട്ടുണ്ട്. ജീവിതത്തിലെ പരിശോധനകളും പ്രയാസങ്ങളും അനുഭവങ്ങളുമെല്ലാം അവയുടെ അർത്ഥം നമുക്ക് വിശദീകരിച്ചു തരുന്നു. ഉദാഹരണമായി, യഹോവ എൻ്റെ ഇടയനാകുന്നു എന്ന് ദാവീദ് എഴുതിയപ്പോൾ
അവൻ തൻ്റെ അനുഭവത്തിൽ നിന്നും ദൈവത്തിൻ്റെ ഇടേ രീതിയിലുള്ള സംരക്ഷണം അനുഭവിച്ചറിഞ്ഞിരുന്നു എന്നാണ് അർത്ഥം. ഇനി കർത്താവ് മറിയയ്ക്ക് പ്രത്യക്ഷമാകുന്നത് നോക്കാം. കർത്താവ് ആദ്യമായി പ്രത്യക്ഷനായത് മറിയയ്ക്കാകുന്നു. യേശുക്രിസ്തുവിൻ്റെ സ്വർഗാരോഹണത്തിനു മുൻപ് അവൻ 11 പ്രാവശ്യവും സ്വർഗാരോഹണത്തിന് ശേഷം 3 പ്രാവശ്യവും അവൻ പ്രത്യക്ഷനായിട്ടുണ്ട്. വിശദീകരിച്ചിട്ടില്ലാത്ത മറ്റ് പ്രത്യക്ഷതകളും ഉണ്ടായിരുന്നു എന്ന് നമുക്ക് ഊഹിക്കാവുന്നതത്രേ. എന്തുകൊണ്ടാണ് യേശു മഗ്ദലക്കാരത്തി മറിയയ്ക്ക് ആദ്യം പ്രത്യക്ഷനായത് എന്ന് ചോദിക്കുന്നവർക്ക് സദൃശവാക്യം 8-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യം നമുക്ക് പറഞ്ഞു കൊടുക്കാം. എന്നെ സ്നേഹിക്കുന്നവരെ ഞാൻ സ്നേഹിക്കുന്നു, എന്നെ ജാഗ്രതയോടെ അന്വേഷിക്കുന്നവർ എന്നെ കണ്ടെത്തും. അവൾ അവനെ അന്വേഷിച്ചു, ജാഗ്രതയോടെ അന്വേഷിച്ചു. ഇവിടെ ഇനി 20-ാം അധ്യായത്തിൻ്റെ 11 മുതലുള്ള വാക്യങ്ങൾ നോക്കിക്കാട്ട് ഞാനൊന്ന് വായിക്കാം. 20-11 മുതൽ. എന്നാൽ മറിയ കല്ലറയ്ക്കൽ പുറത്ത് കരഞ്ഞുകൊണ്ട് നിന്നു. കരയുന്നിടയിൽ അവൾ കല്ലറയിൽ കുനിഞ്ഞു നോക്കി. യേശുവിൻ്റെ ശരീരം കിടന്നിരുന്ന ഇടത്ത് വെള്ളവസ്ത്രം ധരിച്ച് 2 ദൂതന്മാർ, ഒരുത്തൻ തലക്കലും ഒരുത്തൻ കാൽക്കലും ഇരിക്കുന്നത് കണ്ടു. അവർ അവളോട്, സ്ത്രീയെ, നീ കരയുന്നത് എന്ത് എന്ന് ചോദിച്ചു. എൻ്റെ കർത്താവിനെ എടുത്തുകൊണ്ടുപോയി, അവനെ എവിടെ വെച്ചു എന്ന് ഞാൻ അറിയുന്നില്ല എന്ന് അവൾ അവരോട് പറഞ്ഞു. ഇത് പറഞ്ഞിട്ട് അവൾ പിന്നോക്കം തിരിഞ്ഞു, യേശു നിൽക്കുന്നത് കണ്ടു. യേശു എന്നറിഞ്ഞില്ല താനും. യേശു അവളോട്, സ്ത്രീയെ, നീ കരയുന്നത് എന്ത്? ആരെ തിരയുന്നു എന്ന് ചോദിച്ചു. അവൻ തോട്ടക്കാരനെന്ന് നിരൂപിച്ചിട്ട് അവൾ, യജമാനനെ, നീ അവനെ എടുത്തുകൊണ്ടുപോയി എങ്കിൽ അവനെ എവിടെ വെച്ചു എന്ന് പറഞ്ഞു തരിക, ഞാൻ അവനെ എടുത്തുകൊണ്ടുപോയിക്കൊള്ളാം എന്ന് അവനോട് പറഞ്ഞു. അവൾ യേശുവിനെ തിരിച്ചറിഞ്ഞില്ല എന്നത് രസകരമായ ഒരു കാര്യമാണ്. എന്താണ് അതിനുള്ള കാരണം? എനിക്കറിയില്ല. അവൻ മരിച്ചവരിൽ നിന്ന് തിരികെ വന്നിരിക്കുന്നു എന്ന് അവൾക്ക് വിശ്വസിപ്പാൻ കഴിഞ്ഞിരുന്നില്ല. അതായിരിക്കുമല്ലേ? അവിശ്വാസം അന്ധതയാണ്. അവൾ അവനെ സ്നേഹിക്കുന്നു എന്നത് ശരി തന്നെ. എന്നാൽ സ്നേഹം വിശ്വാസവുമായി കോർത്തിണക്കേണ്ടത് ആവശ്യമത്രേ. അവൾ അവനെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് അവൾ കരയുന്നത്. അത് മാത്രമല്ല, അവളുടെ ആ വിശ്വാസത്തിൻ്റെയും ഫലമായിരുന്നു ഈ കരച്ചിൽ. നാം പലപ്പോഴും കരയുന്നത്, മുറവിളി കൂട്ടുന്നത് വിശ്വാസക്കുറവുകൊണ്ടല്ലേ? മഹുദ്ധീകരിക്കപ്പെട്ട ശരീരത്തിന് എത്രമാത്രം വ്യത്യാസമുണ്ടായിരുന്നു എനിക്കറിഞ്ഞുകൂടാ. എന്നാൽ അവൾക്ക് യേശുവിനെ തിരിച്ചറിയാത്ത വിധം വ്യത്യാസമുണ്ടായിരുന്നു എന്ന് ഞാൻ കരുതുന്നില്ല. മറിയ പരിസരബോധം പോലും ഇല്ലാതെ നിന്ന് കരയുകയായിരുന്നു. അവൾ 2 ദൂതന്മാരെ കണ്ടെങ്കിലും അവളുടെ ആ ശ്രദ്ധ അവരിലേക്ക് ആകർഷിച്ചില്ല. അവർ അവളോട് ഒരു ചോദ്യം ചോദിച്ചു. അതിൻ്റെ ഉത്തരം അവർക്ക് അറിഞ്ഞുകൂടായി കൊണ്ടല്ല ചോദിച്ചത്. മറിയയിൽ വിശ്വാസമുളവാക്കുവാനാണ് അവർ ശ്രമിക്കുന്നത്. ഏകപക്ഷീയമായ ഒരു ഉത്തരമാണ് അവൾ നൽകിയത്. അവൾ ഇപ്പോഴും മരിച്ച ഒരാളെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. മറിയയുടെ ചിന്തയിൽ യേശുവിൻ്റെ ശരീരം മോഷ്ടിക്കപ്പെട്ടു എന്ന ഉത്തരമേ കണ്ടെത്തുവാൻ കഴിഞ്ഞുള്ളൂ. ജീവിക്കുന്ന ക്രിസ്തുവിനെ കാണാൻ കഴിയുമെന്ന് അവൾ പ്രതീക്ഷിച്ചിരുന്നില്ല. അവളുടെ അവിശ്വാസത്തിൽ യേശുവിനെ അവൾക്ക് തിരിച്ചറിയുവാൻ കഴിഞ്ഞില്ല. യേശു അവളോട് മറിയേ എന്ന് പറഞ്ഞു. അവൾ തിരിഞ്ഞ് എബ്രായ ഭാഷയിൽ റബൂനി എന്ന് പറഞ്ഞു. അതിന് ഗുരു എന്നർത്ഥം. 16-ാം വാക്യമാണ് ഞാൻ വായിച്ചത്. അവൾ ഇവിടെ യേശുവിനെ വിളിക്കുന്നു. യേശു അവളുടെ പേർ വിളിച്ചപ്പോൾ അവൾ ശബ്ദം തിരിച്ചറിഞ്ഞു. യേശുവാണ് തന്നെ വിളിക്കുന്നത് എന്നവൾക്ക് മനസ്സിലായി. 17-ാം വാക്യത്തിൽ നാം കാണുന്നു, യേശു അവളോട്, എന്നെ തുടരുത്, ഞാൻ ഇതുവരെ പിതാവിൻ്റെ അടുക്കൽ കയറിപ്പോയില്ല. എങ്കിലും നീ എൻ്റെ സഹോദരന്മാരുടെ അടുക്കൽ ചെന്ന് എൻ്റെ പിതാവും നിങ്ങളുടെ പിതാവും എൻ്റെ ദൈവവും നിങ്ങളുടെ ദൈവവുമായവൻ്റെ അടുക്കൽ ഞാൻ കയറിപ്പോകുന്നു എന്ന് അവരോട് പറക എന്ന് പറഞ്ഞു. തന്നെ തുടരുതെന്ന് കർത്താവ് മറിയോട് പറഞ്ഞു. നോക്കണേ, ഇവിടെ കർത്താവ് ഉപയോഗിച്ചിരിക്കുന്ന ആ പദത്തിൻ്റെ അർത്ഥം പിടിക്കുക എന്നർത്ഥമാണ്. പിന്നീട് അവൻ ശിഷ്യന്മാരോട് തന്നെ തൊടുക എന്ന് പറഞ്ഞു. എന്താണ് ഈ വ്യത്യാസം കാണുന്നത്? ഞാൻ ഇതുവരെ പിതാവിൻ്റെ അടുക്കൽ കയറിപ്പോയില്ല എന്ന് അവൻ അവളോട് പറഞ്ഞു. അവൾ അവനെ പിടിക്കരുത് എന്ന് പറയുവാനുള്ള കാരണം അതാണ്. വീട്ടിൽ വെച്ച് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനാകുന്നതിന് മുമ്പ് അവൻ പിതാവിൻ്റെ അടുക്കൽ കയറിപ്പോയി എന്നതിനാൽ കരുതാവുന്നതത്രേ. ദൈവസിംഹാസനത്തിന് മുൻപാകെ കർത്താവായ യേശു തൻ്റെ രക്തം സമ്മാനിച്ചു എന്ന്, അവൻ്റെ രക്തം ന്യായവിധിയുടെ സിംഹാസനത്തെ കൃപാസനമാക്കി മാറ്റി എന്നുമത്രേ ഞാൻ വിശ്വസിക്കുന്നത്. ആ രക്തം എനിക്കും നിങ്ങൾക്കും വേണ്ടിയാണ് ചൊരിഞ്ഞത്. നമുക്ക് വേണ്ടി അവൻ കൊടുത്ത വിലയുടെ നിത്യസാക്ഷ്യമായി എന്നേക്കും ആ രക്തം അവിടെ ഉണ്ടായിരിക്കും. അവൻ ദൈവത്തെ എൻ്റെ പിതാവും നിങ്ങളുടെ പിതാവും എന്നും എൻ്റെ ദൈവവും നിങ്ങളുടെ ദൈവവും എന്നും വ്യക്തമായി വിളിച്ചിരിക്കുന്നത് നാം പ്രത്യേകം ശ്രദ്ധിക്കുക.
നമുക്ക് ദൈവത്തോടെ ഉള്ള ബന്ധത്തിൽ നിന്നും വ്യത്യസ്തമായ ബന്ധമാണ് കർത്താവിന് പിതാവായ ദൈവത്തോടുള്ളത്. ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ നാം ദൈവമക്കൾ ആയിത്തീർന്നിരിക്കുന്നു. എന്നാൽ ക്രിസ്തുവാകട്ടെ അവൻ ദൈവത്തിൻ്റെ നിത്യപുത്രനും തൃത്വത്തിൽ അംഗവുമാണ്. അതുകൊണ്ടത്ര യേശു ഈ വ്യത്യാസം ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. 18ഉം 19ഉം വാക്യങ്ങൾ നോക്കിക്കാട്ടെ. മഗ്ദലക്കാരത്തി മറിയ വന്ന് താൻ കർത്താവിനെ കണ്ടു എന്നും അവൻ ഇങ്ങനെ തന്നോട് പറഞ്ഞു എന്നും ശിഷ്യന്മാരോട് അറിയിച്ചു. ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാളായ ആ ദിവസം നേരം വൈകിയപ്പോൾ ശിഷ്യന്മാർ ഇരുന്ന സ്ഥലത്ത് യഹൂദന്മാരെ പേടിച്ച് വാതിലടച്ചിരിക്കെ യേശു വന്ന് നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം എന്ന് അവരോട് പറഞ്ഞു. ഈ ശിഷ്യന്മാർ യേശു ക്രൂശിക്കപ്പെട്ടപ്പോൾ ചിതറിപ്പോവുകയും ഇപ്പോൾ വീണ്ടും ഒരുമിച്ച് കൂടി ഒരു മുറിയിൽ ഭയം നിമിത്തം ഒളിച്ചിരിക്കുകയും ചെയ്യുന്നു. മുറിയുടെ വാതിൽ അടച്ചിരുന്ന, അതായത് അവ പൂട്ടിയിരുന്ന ഒരു അവസ്ഥ. അവൻ അവരോട് പറയുവാനുള്ള വാക്ക് സമാധാനം എന്നായിരുന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ നീതീകരിക്കപ്പെടുമ്പോൾ ലഭിക്കുന്ന സമാധാനമാണത്. അത് ദൈവത്തോട് സമാധാനവും നൽകും. അവനെ കണ്ടപ്പോൾ അവർ അറിഞ്ഞു ഇവർ വാസ്തവത്തിൽ ഭയന്നിരുന്നു. വാതിൽ പൂട്ടിയിരുന്നു എങ്കിലും അവൻ അകത്ത് കടക്കുകയും തൻ്റെ മഹത്വീകരിക്കപ്പെട്ട ശരീരത്തോടെ അവർക്ക് പ്രത്യക്ഷനാവുകയും ചെയ്തു. ഭൗതിക പ്രപഞ്ചത്തിലെ നിയമങ്ങൾക്ക് മഹത്വീകരിക്കപ്പെട്ട ശരീരം വിധേയമല്ല എന്ന് നാം ഇതിൽ നിന്നും മനസ്സിലാക്കുന്നു. അതിനാൽ ഉൾപ്രാപണ സമയത്ത് നമ്മുടെ ശരീരം രൂപാന്തരപ്പെടുമ്പോൾ കർത്താവിനെ ആകാശത്തിൽ എതിരേൽപ്പാൻ നമുക്ക് യാതൊരു പ്രയാസവും ഉണ്ടായിരിക്കുകയില്ല. 20-ാം വാക്യം നോക്കിക്കാട്ടെ. ഇത് പറഞ്ഞിട്ട് അവൻ കയ്യും വിലാപ്പുറവും അവരെ കാണിച്ചു. കർത്താവിനെ കണ്ടിട്ട് ശിഷ്യന്മാർ സന്തോഷിച്ചു. ആണിപ്പാടുകളുള്ള കരവും കുന്തത്താൽ കുത്തേറ്റ പാർശ്വവും 3 ദിവസം മുൻപ് ക്രൂസിൽ മരിച്ച അതേ കർത്താവ് ഉയർത്തിരിക്കുന്നു. അവരുടെ മുൻപിൽ ഇതാ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു എന്നതിൻ്റെ അലംഘ്യമായ തെളിവാണ്. യേശു ശാരീരികമായി ഉയർത്തിട്ടില്ല എന്ന് വാദിക്കുന്നവർ ഇപ്പോഴും ഉണ്ടെന്നുള്ളത് അത്ഭുതമായിരിക്കുന്നു, ഇല്ലേ? കയ്യും കാലും എന്നാണ് ലൂക്കോസ് വിവരിക്കുന്നത്. കർത്താവിൻ്റെ കാലിലും ആണി തറയ്ക്കപ്പെട്ടു എന്ന് തെളിയിക്കുന്ന ഏകവാക്യമാണിത്. യേശുവിൻ്റെ ശരീരം ഇപ്പോഴും വസ്തുമയമാണെന്നുള്ളതിൻ്റെ തെളിവാണിത്. മുറിവിൻ്റെ വടുക്കൾ ആ ശരീരത്തിൽ കണ്ടതിനാൽ യേശു ആണെന്ന് സ്ഥിരീകരിക്കപ്പെട്ടു. സ്പർശിക്കാവുന്ന യഥാർത്ഥമായ ചരിത്രപരമായ തെളിവിനെ ആസ്പദമാക്കിയുള്ളതാണ് വിശ്വാസം. പുനരുത്ഥാനം ഒരു സത്യമാണെന്ന് ബോധ്യപ്പെട്ടതിനാൽ ശിഷ്യന്മാർ സന്തോഷിച്ചു. സന്തോഷത്താൽ വിശ്വസിക്കാതെ അതിശയിച്ചു നിന്നു എന്നാണ് ലൂക്കോസ് പറയുന്നത്. പാടുകൾ ശരീരത്ത് കാണുവാനുണ്ടായിരുന്നു. നമ്മുടെ ശരീരത്ത് പാടുകൾ ഉണ്ടായിരിക്കുമെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. അവൻ നമുക്ക് വേണ്ടി സഹിച്ച കഷ്ടപ്പാടുകളുടെ പാടുകൾ ആയതിനാലാണ് അവൻ്റെ ശരീരത്തിൽ അവ ഉണ്ടായിരുന്നത്. അവൻ്റെ മുമ്പിൽ നാം കറയും കളങ്കവും ഇല്ലാത്തവരായി നമ്മെ നിർത്തേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാടുകളേറ്റു. അവൻ നമ്മുടെ പാപം തൻ്റെ മേൽ ഏറ്റെടുത്തു. നിത്യതയോളം അതിൻ്റെ അടയാളമായിരിക്കും ഈ പാടുകൾ. 21-ാം വാക്യത്തിൽ യേശു പിന്നെയും അവരോട് നിങ്ങൾക്ക് സമാധാനം, പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു എന്ന് പറഞ്ഞു. കർത്താവ് വെറുതെ തൻ്റെ വാക്കുകൾ ആവർത്തിക്കുകയല്ല ചെയ്യുന്നത്. ഇവിടെ വ്യത്യസ്തമായ സമാധാനത്തെക്കുറിച്ചാണ് അവൻ പറയുന്നത്. 19-ാം വാക്യത്തിൽ വീണ്ടെടുപ്പിൻ്റെ സമാധാനമാണ്, അതായത് ദൈവത്തോട് സമാധാനം. വീണ്ടെടുപ്പ് ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ 28-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന സമാധാനമാണത്. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഇതാണ് വീണ്ടെടുപ്പിൻ്റെ ആശ്വാസം അഥവാ വീണ്ടെടുപ്പിൻ്റെ സമാധാനം. വേറെ ഒരു സമാധാനമുണ്ട്. ദൈവത്തോടുള്ള കൂട്ടായ്മയിൽ ജീവിക്കുന്നവരും അവൻ്റെ ഹിതം പ്രവർത്തിക്കുന്നവർക്കും അനുഭവിക്കുവാൻ കഴിയുന്നതായ സമാധാനമാണത്. മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ 29-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന സമാധാനം അതാണ്. ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകിയാൽ എൻ്റെ മുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. വീണ്ടെടുപ്പ് ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നു. പിതാവ് തന്നെ ലോകത്തിലേക്ക് അയച്ചതുപോലെ ഇപ്പോൾ അവൻ അവരെ ലോകത്തിലേക്ക് അയക്കുന്നു. മുമ്പ് തൻ്റെ പ്രാർത്ഥനയിൽ കർത്താവ് ആ കാര്യം സൂചിപ്പിച്ചിരുന്നു. നീ എന്നെ ലോകത്തിലേക്ക് അയച്ചതുപോലെ ഞാൻ അവരെയും ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നു എന്ന് യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യത്തിൽ വായിക്കും. 22-ാം വാക്യം നോക്കിക്കാട്ടെ. ഇങ്ങനെ പറഞ്ഞ ശേഷം അവൻ അവരുടെ മേൽ ഊതി അവരോട് പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവീൻ. ന്യായപ്രമാണത്തിൽ നിന്ന് കൃപയിലേക്കുള്ള മാറ്റത്തിൻ്റെ കാലയളവാണ് ചരിത്രത്തിലെ ഈ സമയം. ഈ മനുഷ്യരുടെ
ജീവിതത്തിലും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷയിലും അവൻ്റെ മരണ പുനരുത്ഥാനം എന്നിവയ്ക്കും പെന്തക്കോസ്ത് നാളിനും ഇടയ്ക്ക് ഒരു ഇടവേളയുണ്ട്. ലോകചരിത്രത്തിലെ ഒരു അതുല്യമായ കാലയളവാണിത്. ലൂക്കോസ് 11 നമ്മുടെ കർത്താവ് പ്രാർത്ഥനയെക്കുറിച്ച് അവരോട് പറഞ്ഞിരിക്കുന്നു. അവർ ചോദിക്കുന്നത് അവർക്ക് ലഭിക്കും എന്ന് കർത്താവ് അവരോട് പറഞ്ഞിരുന്നു. ലൂക്കോസ് 11:13 സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്ന ഏവർക്കും പരിശുദ്ധാത്മാവിനെ നൽകുന്നതിനെക്കുറിച്ചാണ് താൻ പറയുന്നത് എന്ന് യേശു പറഞ്ഞു. അവർ ഒരിക്കലും യാചിച്ചില്ല. യോഹന്നാൻ 14:16 യേശു പറയുന്നത്, എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിൻ്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. യേശു ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്ന് ശിമോൻ പത്രോസ് മനസ്സിലാക്കി എന്നത് ശരി തന്നെയാണ്. എന്നാൽ ഏതാനും മിനിറ്റുകൾക്ക് ശേഷം ക്രിസ്തുവിനോട് അവൻ മരിക്കുവാനായി ക്രൂശിങ്കിലേക്ക് പോകരുത് എന്ന് ഗുണദോഷിക്കുന്നതായി നാം കാണുന്നുണ്ട്. പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവീൻ എന്ന് പറഞ്ഞ് ഊതിയ സമയം അവർ പുതുജീവൻ പ്രാപിച്ചു. അതിനു മുൻപ് അവരിൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ അധിവാസം ഉണ്ടായിരുന്നില്ല. അവരുടെ മേൽ ഊതി എന്ന വേദപുസ്തകത്തിൽ വേറെ ഒരു ഭാഗത്തുകൂടി മാത്രമേ കാണുന്നുള്ളൂ. ദൈവം ആദാമിൽ ജീവശ്വാസം ഊതി എന്ന്. ഉൽപ്പത്തി പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ആ പദവും വളരെ പ്രസക്തമാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് യേശുക്രിസ്തു ഇവരുടെ ഉള്ളിലേക്ക് നിത്യജീവനെ ഊതുകയാണ് ചെയ്തത്. തൻ്റെ സ്വർഗാരോഹണത്തിനും പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവ് വരുന്നതിനും ഇടയ്ക്കുള്ള സമയം അത് അവരെ സൂക്ഷിക്കുകയും നിലനിർത്തുകയും ചെയ്യും. പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവ് വരികയും അവർ ക്രിസ്തുവിൻ്റെ ശരീരത്തിലേക്ക് പരിശുദ്ധാത്മാവിനാൽ ചേർക്കപ്പെടുകയും ചെയ്യും എന്ന് മാത്രമല്ല, ഉയരത്തിലെ ശക്തി കൊണ്ട് അവർ ശക്തീകരിക്കപ്പെടുകയും ചെയ്യും. ആ ദിവസം സഭ നിലവിൽ വരും. ആ ദിവസം മുതൽ ഇന്ന് വരെയും പരിശുദ്ധാത്മാവ് ലോകത്തുണ്ട്. അവൻ വിശ്വാസിയിൽ അധിവസിക്കുകയും ഓരോ വിശ്വാസിയെയും ക്രിസ്തുവിൻ്റെ ശരീരത്തിലേക്ക് അഭിഷേകം ചെയ്യുകയും ചെയ്യുന്നു. ഇവിടെ 23 ആരുടെ പാപങ്ങൾ നിങ്ങൾ മോചിക്കുന്നുവോ അവർക്ക് മോചിക്കപ്പെട്ടിരിക്കുന്നു, ആരുടെ പാപങ്ങൾ നിർത്തുന്നുവോ അവർക്ക് നിർത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. വളരെയധികം തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ള ഒരു വാക്യം അത്രേ ഇത്. ഞാൻ ഈ ഭാഗത്തെക്കുറിച്ച് 1-2 കാര്യങ്ങൾ പറയട്ടെ. ദൈവം ഇന്ന് മനുഷ്യരിലൂടെ മറ്റു മനുഷ്യരുടെ പാപം മോചിക്കുന്നു എന്ന് തെറ്റായ ഒരു വ്യാഖ്യാനമുണ്ട്. ഏതെങ്കിലും ഒരു വാക്യത്തിൻ്റെ വെളിച്ചത്തിൽ ഒരു ഉപദേശം സ്ഥാപിക്കുന്നത് ശരിയാകില്ല. ദൈവവചനത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്ന സത്യങ്ങൾ ഒന്നിനെ ഹനിക്കുന്നതാകരുത്, പിന്നെയോ പരിപോഷിപ്പിക്കുന്നതാകണം. പാപങ്ങൾ മോചിക്കുവാൻ ദൈവത്തിന് മാത്രമേ അധികാരമുള്ളൂ എന്ന് അസന്ദിഗ്ധമായി പ്രഖ്യാപിച്ചതിന് ശേഷം ഒരു പാപിയായ മനുഷ്യന് അവൻ ആരായിരുന്നാൽ തന്നെ ഈ അധികാരം നൽകുമോ? അല്ല. ഈ പാപമോചനം കൊടുക്കുവാൻ അധികാരം ലഭിച്ചവർ എന്ന് അവകാശപ്പെടുന്നവർക്ക് തങ്ങൾ പാപികളല്ല എന്ന് നിശ്ചയമുണ്ടോ? വിവാഹം കഴിപ്പിക്കുന്നവനും മറ്റു കൂദാശകൾ നടത്തുവാനും സഭ അധികാരം നൽകിയിരിക്കുന്നതുപോലെ പാപമോചനത്തിനും അധികാരം നൽകിയിരിക്കുന്നു എന്നത് വേദവിപരീതമാണ്. പിന്നെ രക്ഷിക്കപ്പെട്ട അതേ ദൈവം നീതീകരിച്ച ഒരു ദൈവപൈതലിനോട് നമ്മുടെ കുറവുകളെ തുറന്നു പറയുന്നുവെങ്കിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കുവാനും താങ്കളെ വിശുദ്ധിയിൽ പ്രോത്സാഹിപ്പിക്കുവാനും ആ വ്യക്തിക്ക് സാധിക്കും. അത്രമാത്രം. അങ്ങനെ രക്ഷിക്കപ്പെട്ട എല്ലാവർക്കും ആകുന്നു ഈ അധികാരം നൽകിയിരിക്കുന്നത്. അല്ലാതെ അതിന് വേറെ ആരെയും തിരയേണ്ടതില്ല. അപ്പോൾ ഈ വാക്യത്തിൻ്റെ അർത്ഥം എന്താണെന്ന് നമുക്ക് നോക്കാം. ജോൺ കാൽവിൻ എന്ന മഹാൻ ഇപ്രകാരമാണ് എഴുതിയിരിക്കുന്നത്: പാപങ്ങളെ മോചിക്കുവാൻ അപ്പോസ്തലന്മാർക്ക് ക്രിസ്തു അധികാരം നൽകുമ്പോൾ തനിക്ക് മാത്രമുള്ള പ്രത്യേക അവകാശം അവർക്ക് നൽകുകയല്ല ചെയ്യുന്നത്. പാപം ക്ഷമിക്കുക എന്നത് അവൻ്റെ അവകാശമാണ്, കർത്താവിൻ്റെ. എന്നാൽ അവൻ്റെ നാമത്തിൽ പാപങ്ങളുടെ മോചനം ഘോഷിക്കുക എന്നത് മാത്രമാണ് അവൻ ശിഷ്യന്മാർക്ക് നൽകിയ അധികാരം. ഏതെങ്കിലും ഒരു അപ്പോസ്തോലൻ ആരുടെയെങ്കിലും പാപങ്ങൾ മോചിച്ചതായി അപ്പോസ്തല പ്രവൃത്തികളിലെ ലേഖനങ്ങളിലെ ഒരധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നില്ല. അവർ പാപങ്ങളുടെ മോചനത്തെക്കുറിച്ച് പ്രസംഗിച്ചുകൊണ്ട് എല്ലായിടത്തും സഞ്ചരിച്ചു. എന്താണ് പാപങ്ങളെ മോചിക്കുന്നത്? യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ മാത്രമേ പാപങ്ങൾ മോചിക്കപ്പെടുവാൻ കഴിയുകയുള്ളൂ. ക്രിസ്തു വരികയും മരിക്കുകയും ചെയ്യും എന്നുള്ള അടിസ്ഥാനത്തിലാണ് പഴയ നിയമത്തിൽ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നത്. ക്രിസ്തു വന്ന് പാപങ്ങളുടെ പരിഹാരം നടത്തുന്നതുവരെ പഴയ നിയമത്തിൽ ദൈവം കടത്തിലാണ് രക്ഷിച്ചിരുന്നത്. ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു എന്ന് നാം ഇന്ന് വിശ്വസിക്കുമ്പോൾ ദൈവം നമ്മുടെ പാപങ്ങൾ മോചിച്ചു തരും. എനിക്കും നിങ്ങൾക്കും എങ്ങനെ പാപം മോചിപ്പാൻ കഴിയും? സുവിശേഷം അറിയിക്കുന്നതിൽ കൂടിയാണ് അത് സാധ്യമാകുന്നത്. ഇതാണ് നാം ചെയ്യുന്ന വലിയ കാര്യം.
യേശുക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ ആരെങ്കിലും അവനിൽ വിശ്വസിക്കുകയും അവങ്കിലേക്ക് തിരികുകയും ചെയ്തുവെങ്കിൽ അത് നല്ല കാര്യമാത്രം. എന്നാൽ ഞാനും നിങ്ങളും ദൈവവചനം പ്രസംഗിക്കുമ്പോൾ ചിലർ വീണ്ടും ജന്മം പ്രാപിച്ച് യേശുക്രിസ്തുവിൽ പുതിയ സൃഷ്ടികളായിത്തീരുന്നു. ഞാനും നിങ്ങളും ദൈവകൃപയുടെ സുവിശേഷം പ്രസംഗിക്കുമ്പോൾ ആരുടെ പാപങ്ങൾ നിങ്ങൾ മോചിക്കുന്നുവോ അവർക്ക് മോചിക്കപ്പെട്ടിരിക്കുന്നു എന്നിവിടെ പറഞ്ഞിരിക്കുന്നത് സംഭവിക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് ലഭിച്ചിരിക്കുന്ന ഏറ്റവും വലിയതും മഹത്വകരവുമായ പദവി അത്രേ അത്. നമുക്ക് ഒരു ഉത്തരവാദിത്വമുണ്ട്. നാം ലോകത്തോട് സുവിശേഷം പ്രസംഗിക്കുന്നില്ല എങ്കിൽ അവരുടെ പാപങ്ങൾ മോചിക്കപ്പെടുകയില്ല. നാം ലോകത്തിന് സുവിശേഷം കൊടുക്കാതിരുന്ന നാളുകളുടെ ഫലം നാം കൊയ്യുകയാണ് എന്നതിൽ സംശയമില്ല. എന്നിട്ടും ദൈവമക്കൾ ഉണരുന്നില്ലല്ലോ. നാം നമ്മുടെ ഉത്തരവാദിത്വം നിർവഹിക്കാത്തതിൻ്റെ അനന്തരഫലം ഇന്ന് നമുക്ക് അനുഭവിക്കേണ്ടി വരുന്നു. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൽ കൂടെ മാത്രമേ ലോകത്ത് പാപങ്ങളുടെ മോചനം സാധ്യമാകുകയുള്ളൂ. നാം അതിനുവേണ്ടി ഇന്ന് എന്തു ചെയ്യുന്നുണ്ട്? കർത്താവ് തോമസിന് പ്രത്യക്ഷപ്പെടുന്നതാണ് 24 വാക്യത്തിൽ നാം കാണുന്നത്. എന്നാൽ യേശു വന്നപ്പോൾ 12 ഒരുവനായ ദിദിമോസ് എന്ന തോമസ് അവരോടുകൂടെ ഉണ്ടായിരുന്നില്ല. യോഹന്നാൻ മാത്രം പറയുന്ന ഒരു കാര്യമാണിത്. തോമസ് സംശയിക്കുന്നവനും ഏകനായി ചുറ്റി നടക്കുന്ന പ്രകൃതക്കാരനുമായിരുന്നു. അതുകൊണ്ടാണ് അവൻ അവിടെ ഇല്ലാതിരുന്നത്. ഏത് സാഹചര്യത്തിലും അവൻ സംശയം പ്രകടിപ്പിച്ചിരുന്നു. മറ്റ് 10 ശിഷ്യന്മാരും യേശു മരിച്ചവരിൽ നിന്നും ഉയർത്തെഴുന്നേറ്റതിനെക്കുറിച്ച് സന്തോഷത്തോടെ സംസാരിച്ചു കൊണ്ടിരുന്നു. എന്നാൽ തോമസ് അത് വിശ്വസിക്കുവാൻ തുനിഞ്ഞില്ല. 25 വാക്യത്തിൽ നാം കാണുന്നത്, മറ്റ് ശിഷ്യന്മാർ അവനോട്, ഞങ്ങൾ കർത്താവിനെ കണ്ടു എന്ന് പറഞ്ഞാറ് ഞാൻ അവൻ്റെ കൈകളിൽ ആണിപ്പഴുത് കാണുകയും ആണിപ്പഴുതിൽ വിരലിടുകയും അവൻ്റെ വിലാപ്പുറത്ത് കൈയിടുകയും ചെയ്തിട്ടല്ലാതെ വിശ്വസിക്കുകയില്ല എന്ന് അവൻ അവരോട് പറഞ്ഞു. ഇവിടെ തോമസ് അവിശ്വാസിയായി കാണപ്പെടുന്നു. താനൊരു വിശ്വാസിയാകേണ്ടതിന് ആവശ്യമായ തെളിവുകളെല്ലാം അവന് ലഭിച്ചിരുന്നു. എന്നാൽ അവൻ ഒരു വിശ്വാസിയായിരുന്നില്ല. ഇപ്പോഴെങ്കിലും അവൻ മറ്റ് ശിഷ്യന്മാരോടൊപ്പം നിൽക്കും എന്നത് തീർച്ചയാണ്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്ത്, നിങ്ങൾക്ക് കൃപയിൽ വളരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിശ്വാസികളോടുകൂടി വരികയും അവരോടൊപ്പം വളരുകയും ചെയ്യേണ്ടതത്രേ. കർത്താവിൻ്റെ വചനത്തിൽ നിന്ന് പഠിക്കുന്ന കാര്യങ്ങൾ തമ്മിൽ പങ്കുവയ്ക്കേണ്ടതും ആവശ്യമാണ്. ചിലർ ചെയ്യുന്നത് പോലെ നമ്മുടെ സഭായോഗങ്ങളെ ഉപേക്ഷിക്കാതെ തമ്മിൽ പ്രബോധിപ്പിച്ചുകൊണ്ട് സ്നേഹത്തിലും സൽപ്രവൃത്തികൾക്കും ഉത്സാഹം വർദ്ധിപ്പിപ്പാൻ അന്യോന്യം സൂക്ഷിച്ചുകൊള്ളുക. നാൾ സമീപിക്കുന്നു എന്ന കാണുന്തോറും അത് അധികമായി ചെയ്യേണ്ടതാകുന്നു എന്ന് എബ്രായ ലേഖനം 10 അധ്യായത്തിൻ്റെ 24-25 വാക്യങ്ങളിൽ നാം കാണുന്നു. ഒന്നിച്ച് വളരണമെന്നുണ്ടെങ്കിൽ നാം ഒന്നിച്ച് കൂടി വരേണ്ടത് ആവശ്യമാണ്. 26 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ നോക്കിക്കാട്ടെ. 8 ദിവസം കഴിഞ്ഞിട്ട് ശിഷ്യന്മാർ പിന്നെയും അകത്ത് കൂടിയിരിക്കുമ്പോൾ തോമസും ഉണ്ടായിരുന്നു. വാതിൽ അടച്ചിരിക്കെ യേശു വന്നു നടുവിൽ നിന്നുകൊണ്ട്, നിങ്ങൾക്ക് സമാധാനമെന്ന് പറഞ്ഞു. പിന്നെ തോമസിനോട്, നിന്റെ വിരൽ ഇങ്ങോട്ട് നീട്ടി എൻ്റെ കൈകളെ കാണുക, നിന്റെ കൈ നീട്ടി എൻ്റെ വിലാപ്പുറത്തിടുക, അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക എന്ന് പറഞ്ഞു. തോമസ് അവനോട്, എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമായുള്ളവേ എന്നുത്തരം പറഞ്ഞു. യേശു അവനോട്, നീ എന്നെ കണ്ടത് കൊണ്ട് വിശ്വസിച്ചു, കാണാതെ വിശ്വസിച്ചവർ ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞു. തോമസ് കൈ നീട്ടി യേശുവിനെ തൊട്ടു എന്ന് നമുക്ക് ലഭിക്കുന്ന രേഖകളിൽ എങ്ങും കാണുന്നില്ല. അവൻ അപ്രകാരം ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു. ഇന്ന് അനേകർ പറയാറുള്ള കാര്യമാണ്, അവനെ ഒന്ന് കാണുവാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, അവനെ സ്പർശിക്കുവാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഞാൻ വിശ്വസിക്കുമായിരുന്നു എന്ന്. യേശുവിൻ്റെ മരണ ഉയർത്തെഴുന്നേൽപ്പ് എന്നീ സംഭവങ്ങൾക്ക് തെളിവുകളില്ല എന്നതല്ല പ്രശ്നം, മനുഷ്യഹൃദയത്തിലാണ് പ്രശ്നം. മനുഷ്യൻ്റെ ഈ ആത്മാർത്ഥമായ സംശയത്തെ ദൈവം കൈകാര്യം ചെയ്യും. എന്നാൽ ആത്മാർത്ഥതയില്ലാത്ത സംശയങ്ങൾ ദൈവം കൈകാര്യം ചെയ്യും എന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. തങ്ങൾക്ക് വേദപുസ്തകത്തിൽ വിശ്വസിപ്പാൻ കഴിയുകയില്ല എന്ന് അനേകർ പറയുന്നത് കേൾക്കാറുണ്ട്. അവരുടെ പ്രശ്നം ബുദ്ധിപരമായതാണെന്ന് അവർ അവകാശപ്പെടുന്നുണ്ട്. സുഹൃത്തെ, ധാർമ്മികമായ പ്രശ്നങ്ങൾ കാരണം തങ്ങൾക്ക് വേദപുസ്തകത്തിൽ വിശ്വസിപ്പാൻ കഴിയില്ല എന്ന് ചിലർ പറയുന്നു. ആത്മാർത്ഥമായ സംശയങ്ങളുള്ളവരെ ദൈവം എല്ലായ്പ്പോഴും സഹായിക്കുമെന്നത്ര എൻ്റെ വിശ്വാസം. തോമസ് നൽകിയതിൽ വലിയതായ ഒരു സാക്ഷ്യം കർത്താവിനെക്കുറിച്ച് ഒരിക്കലും നമുക്ക് കേൾക്കുവാൻ കഴിയുകയില്ല. തിരുവചനത്തിലെ വിശ്വാസ പ്രഖ്യാപനങ്ങളിൽ ഉന്നതമായ ഒന്നാണിത്. എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമേ. ഒരു യഹൂദനെ സംബന്ധിച്ചിടത്തോളവും ഏറ്റവും ഉന്നതമായ കാര്യമാണ് ഇത്. സംശയിക്കുന്നവനായ തോമസിൻ്റെ അധരത്തിൽ നിന്ന് വന്നു എന്നത് എത്രയോ ഉന്നതമാണല്ലേ.
30-31 വാക്യങ്ങൾ. യേശു അവനോട്, നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ച്, കാണാതെ വിശ്വസിച്ചവർ ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞു. ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതല്ലാതെ മറ്റനേകം അടയാളങ്ങളും യേശു തൻ്റെ ശിഷ്യന്മാർ കാണുക ചെയ്തു. എന്നാൽ യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചിട്ട് അവൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവനുണ്ടാകേണ്ടതിനും ഇത് എഴുതിയിരിക്കുന്നു. സുവിശേഷത്തിൻ്റെ താക്കോൽ ഇതാണ്. രേഖപ്പെടുത്തിയിട്ടില്ലാത്ത അനേകം കാര്യങ്ങൾ കർത്താവ് ചെയ്തു. അവൻ ബഹുപുരുഷാരത്തെ സൗഖ്യമാക്കി. പുനരുത്ഥാനത്തിന് ശേഷവും രേഖപ്പെടുത്തിയിട്ടില്ലാത്ത അനവധി കാര്യങ്ങൾ യേശു ചെയ്തു. യോഹന്നാൻ അതാണ് അർത്ഥമാക്കുന്നത്. തെരഞ്ഞെടുത്ത കാര്യങ്ങൾ മാത്രമേ യോഹന്നാൻ തൻ്റെ സുവിശേഷത്തിൽ എഴുതിയിട്ടുള്ളൂ. താൻ പ്രത്യേക ഉദ്ദേശത്തോടു കൂടിയാണ് ഈ കാര്യങ്ങൾ എഴുതുവാനായി തെരഞ്ഞെടുത്തത്. യേശുക്രിസ്തുവിൻ്റെ ഒരു ജീവചരിത്രം എഴുതുകയായിരുന്നില്ല യോഹന്നാൻ്റെ ഉദ്ദേശം. മറ്റ് സുവിശേഷ എഴുത്തുകാർ വിട്ടുകളഞ്ഞ കാര്യങ്ങൾ തൻ്റെ സുവിശേഷത്തിൽ ഉൾക്കൊള്ളിക്കുവാനുള്ള ശ്രമവുമല്ല യോഹന്നാൻ നടത്തിയത്. യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചിട്ട് അവൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവനുണ്ടാകേണ്ടതിനുമാണ് ഇവ എഴുതിയിരിക്കുന്നത്. വിശ്വാസത്താലാണ് ജീവനുണ്ടാകുകയും വീണ്ടും ജനനം പ്രാപിക്കുകയും ചെയ്യുന്നത്. വിശുദ്ധ യോഹന്നാൻ യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം എഴുതിയതിൻ്റെ ഉദ്ദേശം എത്ര വ്യക്തമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? 31 വാക്യത്തിൽ ക്രിസ്തുവിൽ വിശ്വസിച്ച് ജീവൻ പ്രാപിക്കുവാൻ തൻ്റെ വായനക്കാരെ സഹായിക്കുന്നതായിരുന്നു യോഹന്നാൻ്റെ ലക്ഷ്യം. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, താങ്കൾ ആ ജീവൻ പ്രാപിച്ചിട്ടുണ്ടോ? അടുത്ത ക്ലാസ്സിൽ നാം വീണ്ടും ഒരുമിച്ച് കാണുന്നത് വരെ ദൈവ സാന്നിധ്യം നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കുമാറാകട്ടെ.